സൗദി അറേബ്യയിൽ നിന്നുള്ള അൽ അറേബ്യ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ISIS ഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ആദ്യ ഭാര്യ അസ്മ മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ. റോം കീഴടക്കി ക്രൈസ്തവരെ ഇസ്ലാമിക് സ്റ്റേറ്റിന് കീഴിൽ കൊണ്ടുവരുന്നതായിരുന്നു അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ സ്വപ്നം. ISIS സ്ത്രീകളോട് അഭിനിവേശമുള്ളവരായിരുന്നുവെന്നും അൽ ബാഗ്ദാദി 10-ലധികം യസീദി പെൺകുട്ടികളെ അടിമകളാക്കി ഉപയോഗിച്ചിരുന്നുവെന്നും അസ്മ പറയുന്നു. വ്യക്തിപരമായുള്ള സുരക്ഷയെക്കുറിച്ച് അയാൾ ബോധവാനായിരുന്നില്ല. എങ്ങനെയും ഇസ്ലാമിക രാജ്യം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു സിറിയൻ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവളിൽ 5 കുട്ടികളുണ്ടായിരുന്നു. അവൾ കൊല്ലപ്പെട്ടു. ഉടൻ തന്നെ ബാഗ്ദാദിയുടെ അടുപ്പക്കാരനായ അബ്ദുള്ള അൽ സോബയുടെ 14 വയസ്സുള്ള മകളെ വിവാഹം കഴിച്ചു. മൂന്നാമത്തെ വിവാഹത്തിലെ ഭാര്യ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നുവെന്നും 2 മാസത്തോളം അവൾ ഞങ്ങൾക്കൊപ്പം താമസിച്ചുവെന്നും അസ്മ പറയുന്നു. അതിനുശേഷം അവളെക്കുറിച്ച് ഒരറിവുമില്ല. യസീദി അടിമ സ്ത്രീകളെ സംബന്ധിച്ച് എവിടെ നിന്ന് കൊണ്ടുവരുന്നെന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നുവെന്നോ ആർക്കും അറിവില്ല. എല്ലാ ഭീകരർക്കും 1-ൽ കൂടുതൽ യസീദി അടിമ സ്ത്രീകൾ കൈവശമുണ്ടായിരുന്നു. ISISൽ നിന്നും രക്ഷപ്പെട്ട ചില യസീദി സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും അസ്മ പറയുന്നു. അബൂബക്കർ അൽ ബാഗ്ദാദി ചാവേറുകളായി തീവ്രവാദ ആക്രമണങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ താനത് നിരസിച്ചുവെന്നും അസ്മ വ്യക്തമാക്കി. 2019-ൽ അമേരിക്കൻ സൈന്യം ബാഗ്ദാദിയെ പിടികൂടാൻ വളഞ്ഞപ്പോൾ 2 ഭാര്യമാരെയും ഒരു മകനെയും നിഷ്കരണം കൊന്ന അബൂബക്കർ അൽ ബാഗ്ദാദി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് അസ്മ മുഹമ്മദ് വെളിപ്പെടുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.